ഇനി നമുക്ക് നാഷണൽ ബിൽഡിംഗ് കോഡിൻ്റെ നാച്ചുറൽ ലൈറ്റിങ്ങിൻ്റെ പാർട്ട് നോക്കാം. അപ്പോൾ നാച്ചുറൽ ലൈറ്റിങ്ങിൻ്റെ പാർട്ട് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ടെർമിനോളജീസ്, അതായത് കുറച്ച് ആംഗിളുകളെ പറ്റിയും കുറച്ച് ഡെഫിനേഷൻസും മനസ്സിലാക്കി വെക്കണം. ചില ഡെഫിനേഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ചിലത് പറയാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആൾട്ടിറ്റ്യൂഡ്, അസിമോവ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോ ആംഗിളുകളാണ്. ഇതിവിടെ കണ്ടില്ല, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നോർത്ത് സൗത്തും തമ്മിലുള്ള ഇമാജിനറി ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അതും ഒരു ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ, അതായത് സെലസ്റ്റിയൽ ബോഡി, ഒരു പർട്ടിക്കുലർ ബോഡി ആയിട്ടുള്ള ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നതാണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചേക്കുന്നത്. അസ്പിയർ ആയിട്ടുള്ള ഒരു ആംഗിളായിട്ട് എല്ലാം ഈ ഒരു ഇമാജിനറി ആയിട്ടുള്ള, അതായത് ഒരു സാങ്കല്പികമായിട്ട് നമുക്ക് പല ആപേക്ഷികമായിട്ടുള്ള പല കണക്കുകൂട്ടലുകൾക്കും നമ്മൾ എടുക്കുന്ന ചില ഡാറ്റകളാണ് തന്നേക്കുന്നത്. അതേപോലെ അസിമോത്ത് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൊടുത്തിട്ടുണ്ട്, അതും അവിടെ കാണാം. ഫൈ എന്ന് പറഞ്ഞാൽ ഇതിലാണ് കൊടുത്തേക്കുന്നത്. ഈ അടുത്ത് ബ്രൈറ്റ്നസ് ഓർ കോൺട്രാസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട, ഒരു ബ്ലാക്ക് ബോർഡിൽ, നമ്മൾ സ്കൂളിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ അത് ഒരു വൈറ്റ് ചോക്ക് വെച്ച് എഴുതിയാലാണല്ലോ ആ രണ്ടും തമ്മിലുള്ള കളറിൻ്റെ ആ ഒരു വേരിയേഷൻ കൊണ്ടാണല്ലോ നമുക്ക് ആ സംഭവം അതിലെഴുതുന്ന അക്ഷരങ്ങൾ കൃത്യമായിട്ട് വിസിബിൾ ആവുന്നത്. അപ്പോൾ അതിനാണ് കോൺട്രാസ്റ്റ് എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് റേഷ്യോ എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ക്യാൻഡിൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. SI യൂണിറ്റ്, ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ SI യൂണിറ്റാണ്. പിന്നെ സെൻട്രൽ ഫീൽഡ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സർക്കിൾ അറൗണ്ട് ദ പോയിൻ്റ് ഓഫ് ഫിക്സേഷൻ. അതായത് ഒരു സ്ഥലം നമ്മൾ ഫിക്സ് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റുമുള്ളൊരു ഇമാജിനറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഏരിയ ഓഫ് സർക്കിൾ അറൗണ്ട് ദാറ്റ് പോയിൻ്റ് ഓഫ് ഫിക്സേഷൻ ഇസ് ഡയമീറ്റർ. അപ്പോൾ അങ്ങനെ ചെയ്യും. ആ ടൈമിൽ ആ ഒരു പോയിൻറ്റും നമ്മുടെ കണ്ണ് നമ്മൾ 2 ഡിഗ്രി ആംഗിൾ വരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരു ഡെഫിനേഷനാണ്. പിന്നെ അടുത്ത് ക്ലിയർ ഡിസൈൻ സ്കൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളൊരു ആകാശം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ശരിക്കും പറഞ്ഞാൽ യൂണിഫോം അല്ല. നമ്മുടെ സെനീത്ത് എന്ന് പറഞ്ഞാൽ, സെനീത്ത് എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ, നമ്മുടെ ഡിസെറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സെനീത്തും. അപ്പോൾ അവിടെ ആ ഭാഗങ്ങളിൽ ബ്രൈറ്റ്നസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറവായിരിക്കും. ഹൊറിസോൺ എന്താണെന്നും കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഹൊറിസോണും സെനീത്ത് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അതായത് ആകാശത്തിൻ്റെ അറ്റം എന്നൊക്കെ നമ്മളിങ്ങനെ മലയാളത്തിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു മീനിങ്, അതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ്സിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എവേ ഫ്രം ദ സണ്ണും സണ്ണിൻ്റെ അടുത്തും സണ്ണിൻ്റെ ദൂരെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നതൊക്കെ ജസ്റ്റ് ഒരു ഫോമുല പോലെ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ തൽക്കാലം നമുക്ക് ആവശ്യമില്ല. പിന്നെ കളർ എൻട്രിങ് ഇൻഡെക്സ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ലൈറ്റ് ഓൺ ആക്കുമ്പോഴത്തേക്ക് ആ ലൈറ്റ് പതിക്കുന്ന ഒബ്ജക്റ്റിന് അതിൻ്റെ യഥാർത്ഥ കളർ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ കളർ വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ കോറിലേറ്റഡ് കളർ ടെമ്പറേച്ചർ CCT എന്ന് പറയുന്നത് അതൊരു ടേമാണ്. നമ്മുടെ ഒരു പർട്ടിക്കുലർ ഒരു റേഡിയേറ്ററിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കളറ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കളറായിട്ടൊരു താരതമ്യപ്പെടുത്തുന്നൊരു ടേമാണത്. പിന്നെ ഡേ ലൈറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഡേ ലൈറ്റ് പതിക്കുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ, അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടൊരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. അത് അവിടെ നമുക്ക് ഉദ്ദേശിക്കുന്ന ലൈറ്റ് കിട്ടുന്ന ഒരു കണക്കുകൂട്ടലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഏരിയ, ആ ഒരു മീനിങ്ങിൽ എടുത്താൽ മതി. പിന്നെ ഡേ ലൈറ്റ് ഫാക്ടർ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ലൈറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ പുറത്തുള്ള ഒരു ലൈറ്റുമായിട്ടുള്ള ഒരു താരതമ്യപ്പെടുത്തുന്ന ആ ഒരു ഫാക്ടറിനെ, അല്ലെങ്കിൽ ഒരു റേഷ്യോനാണ്, അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജിനെയാണ് ഡേ ലൈറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഡേ ലൈറ്റ് പെനിട്രേഷൻ എന്ന് വെച്ചാൽ എത്രത്തോളം ഒരു റൂമിൻ്റെ അകത്തേക്ക് നമുക്ക് ഡേ ലൈറ്റ് കിട്ടുന്നതിൻ്റെ റഫ് ഒരു കണക്കുകൂട്ടലാണ്. ഡയറക്റ്റ് സോളർ ഇലുമിനൻസ് എന്ന് പറഞ്ഞാൽ സ്കൈയിൻ്റെ അകത്തുള്ള ബ്രൈറ്റ്നസ്സും ഇതും കൂട്ടാതെ സണ്ണിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു പ്രകാശത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ എക്സ്റ്റേണൽ റിഫ്ലക്റ്റഡ് കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ്
ദാറ്റ് പാർട്ട് ഓഫ് ഡേ ലൈറ്റ് ഇലുമിനൻസ് അറ്റ് എ പോയിന്റ്. ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ലൈറ്റ് റിസീവ് ചെയ്തത് റിഫ്ലക്ഷൻ എടുക്കുന്നതും വേറൊരു ഒരു ക്വാണ്ടിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ആ വേറൊരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ ഒരു എക്സ്റ്റീരിയർ ആയിട്ടുള്ളൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. അത് അൺഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് ക്ലിയർ സ്കെയിലിൽ നിന്ന് അതിൻ്റെ അകത്തേക്ക് ലൈറ്റ് വരുന്നു. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്തതും ഡയറക്റ്റ് വരുന്നതും തമ്മിലുള്ളൊരു കമ്പാരിസൺ അതാണ് വരുന്നത്. ഗ്ലെയർ എന്താണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വെളിച്ചം വന്നിട്ട് ആ ഒബ്ജക്റ്റിനെ പെർസീവ് ചെയ്യാൻ പറ്റാത്ത, അത് കാണാൻ പറ്റാത്തൊരവസ്ഥ. ഇലൂമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സർഫസിൽ എത്രത്തോളം ഫ്ലക്സ് അല്ലെങ്കിൽ എത്രത്തോളം ലൈറ്റ് വീഴുന്നു എന്നുള്ള ഇത് 1 ലൂമൻ പെർ മീറ്റർ സ്ക്വയർ എന്നൊക്കെ നമ്മൾ ലക്സ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സാധനമാണ് ഇലൂമിനൻസ് എന്ന് പറഞ്ഞാൽ. ഇൻറ്റേർണൽ റിഫ്ലക്റ്റഡ് കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ എക്സ്റ്റേണൽ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു ടേം തന്നെയാണ്. അതൊരു കമ്പാരിസനാണ്. റേഷ്യോ ഓഫ് ദ പാർട്ട് ഓഫ് ഡേ ലൈറ്റ് ഇലുമിനൻസ് അറ്റ് എ പോയിന്റ്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വിച്ച് ഇസ് റിസീവ്ഡ് ബൈ ഡയറക്റ്റ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒരു പോയിന്റിൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി കിട്ടിയ പ്രകാശവും ഒരു ഡയറക്റ്റ്ലി വിത്തൗട്ട് എനി റിഫ്ലക്ഷൻ ഡയറക്റ്റ്ലി പതിക്കുന്ന ഒരു പ്രകാശവും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് അത് വരുന്നത്. അടുത്ത ലൈറ്റ് ഔട്ട്പുട്ട് റേഷ്യോ എഫിഷ്യൻസി വരുന്നുണ്ട്. അതൊരു ലൂമിനെയറും വേറൊരു ലാമ്പും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അതായത് രണ്ട് ലാമ്പ് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് ലൂമിനെയർ ഒരു ലാമ്പ് തമ്മിലുള്ള ലൈറ്റ് വന്നതിൻ്റെ റേഷ്യോ ആണ് കമ്പയർ ചെയ്യുന്നത്. അടുത്ത ലൈറ്റ് പൈപ്പ് എന്ന് പറഞ്ഞൊരു ടേം വരുന്നുണ്ട്. ഒരു റിജിഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പ്, അതിൽ കൂടെ ലൈറ്റ് കടത്തിവിട്ടാൽ അത് മറ്റേ എൻഡ് വരെ എത്തും. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി, അതിനാണ് പറയുന്നത്. പിന്നെ ലൈറ്റ് ഷെൽഫ് എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ സൂര്യൻ്റെ വെളിച്ചം എടുത്തിട്ട് ഒരു പ്രത്യേക സണ്ണിൻ്റെ പാത്ത് നോക്കി ഒരു പ്രത്യേക ജോമെട്രിയിൽ അറേഞ്ച് ചെയ്തിട്ട് ലൈറ്റിനെ സീലിംഗ് വഴി റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് താഴെയുള്ള ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് ലൈറ്റ് ഷെൽഫ് എന്ന് പറഞ്ഞാൽ. ലൂമൻ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മുടെ ഒരു ബൾബൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ലൂമൻ എന്നതിലേക്ക് യൂണിറ്റ് വരുന്നത്. ലൂമൻസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ലൂമിനസ് ഫ്ലക്സ് ഇതെല്ലാം പറഞ്ഞതാണ് നമ്മൾ നേരത്തെ ഓൾറെഡി എക്സാമ്പിൾസിൽ കണക്ക് ചെയ്ത് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ വായിച്ച് ജസ്റ്റ് പോവുക. എഫക്റ്റീവ് ലൂമിനസ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലൂമിനസ് ഫ്ലക്സ് അതായത് നമ്മളൊരു ഫ്ലക്സ് 5 എന്ന് പറഞ്ഞാൽ നമ്മൾ വിടുന്നു. ഇപ്പോൾ ഇവിടെ ലൂമിനസ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 5 എന്താണ് ടോട്ടൽ ഒരു ലൈറ്റ് വരുന്ന ക്വാണ്ടിറ്റി ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേഡിയൻറ്റ് ഫ്ലക്സ് കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് വിഷ്വൽ സെൻസേഷൻ. അതായത് ഒരു ഒബ്ജക്റ്റിന് വസ്തുവിനെ കാണിക്കാൻ വേണ്ടിയുള്ള സെൻസേഷൻ വരുത്താൻ വേണ്ടി നമ്മൾ ഒരു ലാമ്പ് കത്തിച്ചാൽ അതിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചമാണ്. അത് പകുതി എത്തും പകുതി എത്തില്ല. പകുതി മീൻസ് നമുക്ക് കുറച്ചെത്തും കുറച്ചെത്തില്ല. അപ്പോൾ എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വിച്ച് റീച്ചസ് ദ വർക്കിംഗ് പ്ലെയിൻ. എത്ര ഫ്ലക്സ് വർക്കിംഗ് പ്ലെയിൻ എത്തി. നോമിനൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി പറയുന്നത് ഇത്ര ഫ്ലക്സ് ആണ് അതിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞാണ് നോമിനൽ. അതിൽ നിന്ന് എത്ര എത്തുന്നു എന്നുള്ളതാണ് എഫക്റ്റീവ്. പിന്നെ മെയിൻ്റെനൻസ് ഫാക്ടർ ഉണ്ട്. മെയിൻ്റെനൻസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റിൻ്റെ ഇൻസ്റ്റലേഷൻ കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മൊത്തത്തിലുള്ള ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ എന്നല്ല, നമ്മളൊരു റേഷ്യോ ഒരു ആവറേജ് ആയിട്ടുള്ള ഇല്യൂമിനൻസും ഐഡിയൽ കണ്ടീഷനും തമ്മിൽ, അതായത് പുത്തനായിട്ട് ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഫുൾ വെളിച്ചം ഉണ്ടാവും. അത് പിന്നെ ഒരു ആവറേജ് കുറച്ച് കഴിയുമ്പോൾ എന്ത് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതിന് നമ്മളൊരു ആവറേജ് കണ്ടീഷൻ എന്ന് പറയും. അത് രണ്ടും തമ്മിലുള്ളൊരു താരതമ്യമാണ്. അതായത് നമ്മളിപ്പോൾ 100 ലക്സ് മതി എന്ന് വിചാരിച്ച് നമ്മളിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു 90 കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ഡി എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൺസിഡർ ചെയ്ത് നമ്മൾ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി, അതായത് ഒരു 110 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ 100 എന്ന് പറയുന്നത്. അതായത് ആ ഒരു ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡ് ഇപ്പോൾ ഒരു ടേബിൾ നമ്പർ 4 നോക്കിയാൽ അതിൽ പല ഡിഫറെൻറ്റ് ലക്സ് ലെവൽസ് കാണാം. അത് ചിലപ്പോൾ സപ്പോസ് ഒരു റെസിഡൻസിൽ 150 ആണ് പറഞ്ഞെങ്കിൽ നമ്മളൊരു 180-യുടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഇത് കുറഞ്ഞാൽ പോലും നമുക്ക് 150 നമുക്ക് വേണ്ട ലക്സിൻ്റെ അകത്ത് നമുക്ക് നിലനിർത്താൻ പറ്റും. പിന്നെ മെറിഡിയൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഫിഗറിൽ കാണുന്നുണ്ട്. അതെന്താണെന്നൊക്കെ നോക്കുക. മെറിഡിയനും സെനിത്ത് അതൊക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതെല്ലാം ഇമാജിനറി ലൈൻസാണ്. നമ്മുടെ ഗ്ലോബിൽ വരയ്ക്കുമ്പോൾ
ഇമാജിൻ നോർത്ത് ആൻഡ് സൗത്ത് പോയിൻറ്റ്സ് എന്താണെന്നൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഓറിയൻറ്റേഷൻ ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് ഏത് ദിശയിലാണെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈസ്റ്റ് വെസ്റ്റ് ആണ്, നോർത്ത് സൗത്ത്, അങ്ങനെ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക്, അങ്ങനെ ഏത് രീതി എന്ന് വെച്ചാൽ സൂര്യൻ്റെ വെളിച്ചം എങ്ങനെ പതിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ്. ഡേ ലൈറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയണമെങ്കിൽ ഇതൊക്കെ അറിയണം. പിന്നെ പെരിഫറൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എന്തെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ബാഹ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു നമ്മളെന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റിംഗ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്റ്റേണലായിട്ടുള്ള എൻവയോൺമെൻറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിനാണ് പെരിഫറൽ ഫീൽഡ് എന്ന് പറയുന്നത്. സറൗണ്ടിങ് ദ ഒബ്ജക്റ്റ് നമുക്ക് ചെയ്യുന്നത്. പിന്നെ റിഫ്ലക്റ്റഡ് ഗ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗ്ലെയർ തന്നെ പലതിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലെയറിനാണ് റിഫ്ലക്റ്റഡ് ഗ്ലെയർ എന്ന് പറഞ്ഞത്. പിന്നെ റിഫ്ലക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റൂം ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ച റൂമാണെന്ന് വയ്ക്കുക. അതിൻ്റെ അകത്ത് നമ്മളൊരു ലൈറ്റ് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈറ്റിൻ്റെ ആവശ്യം കുറവായിരിക്കും. അപ്പോൾ ഒരു ലൈറ്റ് വെച്ചാലും ചിലപ്പോൾ ഈ റിഫ്ലക്ഷൻ, അതായത് ഈ വൈറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു ഇലുമിനേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ലക്സ് മീറ്ററൊക്കെ വെച്ച് നോക്കിയാൽ നല്ല ഇലുമിനൻസ് ഉണ്ടാവും. അതേ സ്ഥാനത്ത് നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലാക്ക് ലൈറ്റ് അബ്സോർവ് ചെയ്യും. അപ്പോൾ നമുക്ക് റിഫ്ലക്ഷൻ ഫാക്ടർ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ആ റിഫ്ലക്ഷൻ ഫാക്ടർ കൺസിഡറും കൂടി ചെയ്താലാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഗ്ലെയർ ഇല്ലാതെ, അതായത് ഭയങ്കര ഓവറായിട്ട് നമ്മളിപ്പോൾ ഒരു 150 ലക്സ് ആണ് ഒരു റൂമിൽ വേണ്ടത്. നമ്മൾ എല്ലാം നല്ല ഭയങ്കര വൈറ്റ് പെയിൻറ്റ്, ഭയങ്കര റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പെയിൻ്റാണ് അടിച്ചേക്കുന്നത് എന്നിട്ട് നമ്മൾ 150 വെച്ച് ചിലപ്പോൾ നമുക്ക് 180 അത്ര കിട്ടും. 180 ഒക്കെ സേഫ് ഫാക്ടറാണ്. നമ്മൾ 2-3 ലൈറ്റ് കൂടുതലിട്ട് വെച്ച് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലെയർ പോലെ ആയിപ്പോൾ അത് നമുക്ക് ഭയങ്കര അരോചകമായി തോന്നും. അപ്പോഴത്തേക്കും നമ്മൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ലൈറ്റിൻ്റെ ലൂമിനൻസ് കുറഞ്ഞ ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് ഈ പറഞ്ഞ റിഫ്ലക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് സീലിങ്ങിൻ്റെ RC എന്ന് പറഞ്ഞ റിഫ്ലക്ഷൻ ഫാക്ടർ ഓഫ് സീലിംഗ്, പിന്നെ RW എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ഫാക്ടർ ഓഫ് പാർട്സ് ഓഫ് ദ വാൾ ബിറ്റ്വീൻ ദ വർക്കിംഗ് സർഫസ് ആൻഡ് ദ ലൂമിനൻസ്. അത് വർക്കിംഗ് സർഫസും ലൂമിനൻസിൻ്റെ ഇടയിലുള്ള വാൾസിൻ്റെ കാര്യം പറയുന്നത്. RF എന്ന റിഫ്ലക്റ്റീവ് ഫാക്ടർ ഓഫ് ഫ്ലോറിൻ്റെ. അപ്പോൾ എല്ലാ പാർട്ടും നമ്മൾ ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യണം. പിന്നെ റിവീൽ സൈഡ് ഓഫ് ഓപ്പണിംഗ് വിൻഡോ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ റൂം ഇൻഡെക്സ് എന്ന് പറഞ്ഞ നേരത്ത് നമ്മളൊരു ടൈം കണ്ടിരുന്നു. റൂം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഫോമുലുണ്ട്. KR എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ബൈ ലെങ്ത് പ്ലസ് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ മൗണ്ടിങ് ഹൈറ്റ് ഓഫ് ദ ലൈറ്റ്. അതായത് ഒരു റൂമിൻ്റെ നീളവും വീതിയും അതുകൂടാതെ മൗണ്ടിങ് ഹൈറ്റും കൂടി തമ്മിലുള്ള ഒരു ബന്ധമാണ് ഈ റൂം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്, റൂം ഇൻഡെക്സ് ലെങ്ത് എക്സീസ് 5 times വിഡ്ത്ത് ഷാൽ ബി ടേക്കൺ ആസ് 5W എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് വേണം ഇതിൻ്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ മൗണ്ടിങ് ഹൈറ്റ് ഈസ് മെഷർഡ് ബിറ്റ്വീൻ സീലിംഗ് ആൻഡ് വർക്ക് പ്ലെയിൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ സ്കൈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആക്ച്വൽ കണ്ടീഷനും പിന്നെ ഐഡിയൽ കണ്ടീഷനും തമ്മിലുള്ളൊരു നേരത്തെ കണ്ട പോലത്തെ ഒരു റേഷ്യോ തന്നെയാണ് പറയുന്നത്. റേഷ്യോ പെർസെൻറ്റേജ് ഓഫ് ദ പാർട്ട് ഓഫ് ഡേ ലൈറ്റ് ഇലുമിനൻസ് അറ്റ് എ പോയിൻറ്റ് ഓൺ എ ഗിവൻ പ്ലെയിൻ. ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ ലൈറ്റ് നമ്മൾ ചെയ്യുന്നു വിച്ച് ഈസ് ഡയറക്ട്ലി ഫ്രം ദ സ്കൈ. ഇപ്പോഴത്തെ സ്കൈൻ്റെ അവസ്ഥ ചിലപ്പോൾ മേഘം മൂടി അങ്ങനത്തെ സ്കൈൻ്റെ അവസ്ഥയെ കമ്പയർ ടു സൈമിൾട്ടേനിയസ്, അതായത് അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള എക്സ്റ്റീരിയർ ഇലുമിനൻസ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഫ്രം എൻറ്റയർ ഹെമിസ്ഫിയർ. മൊത്തത്തിൽ ആ ഹെമിസ്ഫിയർ നമ്മുടെ എർത്തിൻ്റെ ഫുൾ ഹെമിസ്ഫിയർ ഓഫ് ആൻ അൺഒബ്സ്ട്രക്റ്റഡ് ക്ലിയർ സ്കൈ. അതാണ് ഒബ്സ്ട്രക്റ്റഡും ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള ക്ലിയർ സ്കൈയും തമ്മിലുള്ള റേഷ്യോ ആണ് വരുന്നത്. പിന്നെ സോളാർ ലോഡ് വരുന്നുണ്ട്. എമൗണ്ട് ഓഫ് ഹീറ്റ് റിസീവ്ഡ് ഇൻ ടു എ ബിൽഡിംഗ് ഡ്യൂ ടു സോളാർ റേഡിയേഷൻ. അത് നമ്മുടെ ബിൽഡിംഗ് ഇരിക്കുന്ന അനുസരിച്ച് പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയലൊക്കെ അനുസരിച്ച് അതിൻ്റെ അകത്തേക്ക് വരുന്ന സോളാറിൻ്റെ ഹീറ്റിൻ്റെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ യൂട്ടിലൈസേഷൻ ഫാക്ടർ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ലൈറ്റ് നമ്മുടെ ആ ലൈറ്റിൽ നിന്ന് ലക്സ് പ്രൊഡ്യൂസ് ചെയ്ത സാധനം എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ഐഡിയ ആണ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. റേഷ്യോ ഓഫ് ടോട്ടൽ ലൂമിനസ് ഫ്ലക്സ് വിച്ച് റീച്ചസ് ദ വർക്കിംഗ് പ്ലെയിൻ, അതായത് FT ലൂമിനസ് നേരത്തെ കണ്ടില്ലേ, ടു ദ ടോട്ടൽ ലൂമിനസ് ഫ്ലക്സ് ഓഫ് ദ ലൈറ്റ് സോഴ്സസ് ഇൻ ദ ഇൻറ്റീരിയർ. അതായത് നമ്മൾ വിട്ട ലൈറ്റും കിട്ടിയ ലൈറ്റും തമ്മിലുള്ളൊരു ബന്ധമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അടുത്ത വിഷ്വൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഫീൽഡ് ആൻഡ് ബൈനോക്കുലർ
അതായത് ഓൾമോസ്റ്റ് വിച്ച് ഇൻക്ലൂഡ്സ് 120 വെർട്ടിക്കലി 160 ഹൊറിസോണ്ടലി സെൻറ്ററിങ് ഒരു പോയിൻ്റ് നമ്മുടെ കണ്ണിൽ നോക്കുമ്പോൾ ഇത്ര ഡിഗ്രീസ് പറഞ്ഞിട്ടുണ്ട് വെർട്ടിക്കലി ഹൊറിസോണ്ടലി ആ റേഞ്ചിലുള്ള ഇതിനാണ് വിഷ്വൽ ഫീൽഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് കാണുന്നത്. ഈ നമ്മളെ എല്ലായിടത്തിലും ഇങ്ങനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ വർക്കിംഗ് പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ജനറലി നമ്മളൊരു ഒരു ടേബിൾ പോലെ കൺസിഡർ ചെയ്യുക. ഒരു പ്ലെയിൻ ടേബിൾ, അവിടെയാണ് വർക്ക് നടക്കുന്നത്, ആ ഒരു ഇത് കൺസിഡർ ചെയ്യുക. പിന്നെ ഉള്ളത് കുറച്ച് വെൻറ്റിലേഷൻ്റെ പാർട്ട്, അത് നമുക്ക് പിന്നെ കവർ ചെയ്യാം. വെൻറ്റിലേഷൻ്റെ ഇതിൽ കവർ ചെയ്യാം. അത് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ലൈറ്റിംഗ് ഡിസൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ പാർട്ട് സ്കിപ്പ് ചെയ്യാം ഇപ്പോൾ തൽക്കാലം. ഓക്കെ, അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് ഈ ലൈറ്റിങ്ങിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ലൈറ്റിങ്ങിൽ നമ്മൾ തുടങ്ങി, എന്നിട്ട് ഡേ ലൈറ്റിൻ്റെ ഇത് ആദ്യം ജനറൽ ലൈറ്റിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഡേ ലൈറ്റിങ്ങിൻ്റെ ഇങ്ങനത്തെ കടുകട്ടി ടൈംസിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ പോയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ചോദിക്കാം.